യഥാർത്ഥത്തിൽ ഇത് കണ്ണീരിൻ്റെ പൊങ്കാലയാണ് ശരിക്കും അവരിടുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ, ഈ ഭരണകൂടത്തിൻ്റെ മുന്നിൽ ഇത്രയും ദിവസമായിട്ട് അവരോട് ഒരു വാക്ക് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു വാക്ക് ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ നിയമസഭയിലും നേരിട്ടും അദ്ദേഹത്തോട് അഭ്യർത്ഥന നടത്തി. അദ്ദേഹം ഇടപെടണം. അദ്ദേഹം ഇടപെട്ട് ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം. നിങ്ങൾക്കറിയാം, കർണാടകയിൽ ഫ്രീഡം പാർക്കിൽ വലിയ സമരം നടക്കുകയായിരുന്നു ആശാവർക്കർമാരുടെ. അവിടുത്തെ മുഖ്യമന്ത്രി 5ാമത്തെ ദിവസം അവരെ വിളിച്ച് സംസാരിച്ച് അവരുടെ ഓണറേറിയം 10,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. എന്നിട്ട് ഹെൽത്ത് കമ്മീഷണറെ ഫ്രീഡം പാർക്കിൽ പറഞ്ഞു വിട്ട് സർക്കാരിൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ അവരുടെ പ്രതിനിധികളെ വിളിച്ച് സംസാരിച്ച് അവർക്ക് വേണമെങ്കിൽ 1-2 ഘട്ടമായിട്ട്, ഒറ്റയടിക്ക് ചിലപ്പോൾ എല്ലാ ആവശ്യവും ചെയ്യാനൊരു ഗവൺമെൻറ്റിന് കഴിയില്ല, 1-2 ഘട്ടമായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഓണറേറിയം കൂട്ടണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കൂട്ടി അവരുടെ സങ്കടം മാറ്റണം. ന്യായമായ ഒരു സമരമായതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണച്ചത്. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. എല്ലാ ദിവസവും ഞങ്ങൾ നിയമസഭയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അദ്ദേഹം മുൻകൈയെടുത്ത് ചർച്ച നടത്തി ഈ സമരം തീർക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ സർക്കാരിനുണ്ടാവും. ഈ കാര്യത്തിൽ ഞങ്ങൾ സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷമാണ് ഇത്രയും ദിവസമായിട്ട്. പക്ഷേ ഞാനിപ്പോൾ അപേക്ഷയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ വയ്ക്കുകയാണ്. അദ്ദേഹം മുൻകൈയെടുത്തത് തീർക്കണം. അതാണ്, അത് തീർക്കാൻ പറ്റും. നമ്മുടെ എംപിമാരും ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംപിമാരാണ്. ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവർ നടത്തിയ സമ്മർദ്ദമാണ് കേന്ദ്ര ഗവൺമെൻറ് ആശാവർക്കർമാരുടെ. അപ്പോൾ ഇവർ നടത്തിയ സമരം കൊണ്ട് രാജ്യവ്യാപകമായ ആശാവർക്കർമാരുടെ, കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യവ്യാപകമായ ആശാവർക്കർമാർക്ക് അതിൻ്റെ ഗുണം, അതിൻ്റെ ക്രെഡിറ്റ് കൂടി ഇവർക്ക് കിട്ടും. ഈ സമരം ചെയ്തവർക്ക് ഇവർ കാരണം രാജ്യത്തെ മുഴുവൻ ആശാവർക്കർമാർക്കും അത് കിട്ടും. അത് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്തത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എംപിമാരാണ്. അപ്പോൾ അവരെ ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ഇത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അല്ല, അവർ പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നുണ്ട്. INTUC സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശാവർക്കർമാർ വിവിധ ജില്ലകളിൽ ഇതിന് സമരം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നുണ്ട്. അല്ലാതെ തർക്കങ്ങളൊന്നുമില്ല. അത് അദ്ദേഹം ഒരു സംഘടനയുടെ യൂണിയൻ്റെ പ്രസിഡൻ്റ് അല്ലേ, അവർക്ക് സംഘടനയുണ്ട്. ഞങ്ങളൊരു പൊതുകാര്യമായതുകൊണ്ടാണ് ഇവർ സംഘടന. SUCIക്ക് എന്താ സമരം ചെയ്യാൻ പാടില്ലേ? CPM പറയുകയാണ് SUCI സമരം ചെയ്യാൻ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആരാണെങ്കിലും, ഇവർ നിരോധിച്ചേക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ. ഇത് സമരം ന്യായമായ കാര്യമാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ ഇവിടെ വന്ന് ഈ സമരത്തിന് പിന്തുണ കൊടുത്തത്. ശരിയാണെന്ന് തോന്നി അവർ ചെയ്യുന്നത്. മാത്രമല്ല, ഇത്രയും സ്ത്രീകൾ കുറേ ദിവസം ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്നിരുന്ന് സമരം ചെയ്യുമ്പോൾ നമ്മളത് കാണാതെ പോയാൽ പിന്നെ നമ്മൾ എന്ത് പൊതുപ്രവർത്തകരാ? എത്ര ദിവസം നമുക്ക് കാണാതിരിക്കാൻ പറ്റും? ഞാൻ 2-3 ദിവസമൊക്കെ അവരുടെ മുമ്പിൽ കൈ കാണിച്ചു പോയി. കാരണം അവരൊരു സംഘടന നടത്തുന്ന സമരമാണ്. പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു, അവർ വിളിക്കുകയും ചെയ്തു, അവരുടെ അടുത്തേക്ക് ചെന്നു. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൻ്റെ അവസാനം വരെ കൂടെ നിൽക്കും. ഇത് നേടിയെടുക്കുന്നത് വരെ അവരുടെ കൂടെ നിൽക്കും. അതൊരു ന്യായമായ കാര്യമാണ്. പിന്നെ സർക്കാരും ആരോഗ്യമന്ത്രിയും നിയമസഭയിൽ വെച്ച കണക്കൊക്കെ തെറ്റാണ്. അത് ശരിയല്ല, തെറ്റാണ്. ഞാൻ എല്ലാ കണക്കും ആ നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. ഈ 2024-25 കൂടുതൽ പണമാണ് കേന്ദ്ര സർക്കാർ തന്നിരിക്കുന്നത്. 23-24 കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ തർക്കമുണ്ട്. അപ്പോൾ ഈ പൈസ കൊടുക്കില്ലായിരുന്നു. ഇപ്പോൾ അവർ കത്തെഴുതി സംസ്ഥാന ഗവൺമെൻറ്. അത് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിലല്ലതേ, NHM ആണ്. NHMൻ്റെ പണമാണ് കൊടുക്കുക. അല്ലെ 900 കോടി കേരളത്തിലെ ആശാവർക്കർമാർക്ക് കേന്ദ്രം കൊടുക്കുകയാണ്. 900 ചില്ലാൻ കോടി കൊടുക്കുന്നത് NHMൻ്റെ ഫണ്ടായിട്ടാണ്. അതിൽ നിന്നാണ് ഇവരുടെ ആ കേന്ദ്രം കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ 100 കോടി രൂപ കേന്ദ്രമൊന്നും കൊടുക്കാനില്ല, NHMലായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞപ്പോൾ ജനുവരി 25-ാം തീയതിയാണ് 100 കോടി കൊടുക്കുക, 97 കോടി കൊടുക്കാൻ. ഫെബ്രുവരി 12-ാം തീയതി അത് കൊടുത്തു. അപ്പോൾ ഈ വർഷം 1 രൂപ കൊടുക്കാനില്ല. പിന്നെ ഇതിലെ വെറുതെ നുണ പറയുന്നത്.
2024-25 കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇനി 1 രൂപയും കിട്ടാനില്ല, കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. കണക്കുണ്ട്, കറക്റ്റാണ് കണക്ക്, നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ. അത് നിയമസഭയിൽ തന്ന ഉത്തരവാണ്. അതുകൂടി മനസ്സിലായി. നിയമസഭയിൽ തന്നിരിക്കുന്ന ഉത്തരവാണ് ഞാൻ വായിച്ചത്. നിയമസഭയിൽ തന്നിരിക്കുന്ന ഉത്തരം. അതിനുശേഷം അത് ജനുവരി 25, അതിനുശേഷം ഫെബ്രുവരി 12-ാം തീയതിയാണ് ബാക്കി ഈ പണം കൂടി കൊടുത്തത്. അതാണ് യാഥാർത്ഥ്യം.